ഹായ് വെൽക്കം ടു സ്മാർട്ട് ഫോളിയോ. ബേസിക് ടു പ്രോ ലെവൽ ഓഫ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ 14ാമത്തെ ചാപ്റ്ററിലാണ് നമ്മളുള്ളത്. ഇപ്പോൾ ഈ കഴിഞ്ഞ 13 ചാപ്റ്ററുകളായിട്ട് നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ശരിക്ക് പഠിക്കുന്ന നമ്മളെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ 2-3 പ്രാവശ്യമൊക്കെ കണ്ടുകാണ്ട് പഠിച്ചൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ഒരു 13 ചാപ്റ്ററുകളായിട്ട് ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിച്ചു. ഇനിയിപ്പോൾ ഉള്ളത് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന വോളിയത്തിനെ കുറിച്ചാണ്. വോളിയം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു ട്രേഡിങ്ങിൽ, സ്റ്റോക്ക് മാർക്കറ്റിൽ. സ്റ്റോക്ക് പ്രൈസ് വോളിയം, ഈ രണ്ട് ഡാറ്റയാണ് നമുക്ക് NSE ഡിലേ ഇല്ലാതെ കിട്ടുന്ന രണ്ട് ഡാറ്റയാണ് വോളിയം, അതേപോലെ തന്നെ പ്രൈസ്. ഈ രണ്ടിനെയും നമ്മൾ ശരിക്കും പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, അനലൈസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ, നമുക്കൊരു പഠിക്കാൻ ഒരു വ്യക്തിക്ക് കഴിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ട്രേഡിങ്ങിൽ വളരെ പെട്ടെന്ന് തന്നെ വിജയിക്കാൻ കഴിയും. അപ്പം അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചാർട്ടിനെ അനലൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക, പ്ലസ് വോളിയം കൂടെ അനലൈസ് ചെയ്യാം. അപ്പൊ വോളിയം എങ്ങനെ അനലൈസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാം. അതിനു മുമ്പ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഒരു പെന്ന് കാര്യങ്ങളൊക്കെ എടുത്താണ് ഓരോ കാര്യങ്ങളും നിങ്ങൾ മെൻഷൻ ചെയ്ത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ, മറക്കരുത്. കാരണം അപ്പോൾ എല്ലാം എന്നെ ഒരു പ്രാവശ്യം നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അത് മറന്നു പോകും. പക്ഷെ എവിടെയെങ്കിലും നിങ്ങളൊന്ന് എഴുതി വെച്ചാൽ അത് വീണ്ടും നിങ്ങൾക്ക് അത് നോക്കുമ്പോഴും നിങ്ങൾക്കത് റിപ്പീറ്റ് ചെയ്യാനും വീണ്ടും അത് ഓർമ്മിക്കാനൊക്കെ വളരെ എളുപ്പമാവും. പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ പറയുന്നത് നിങ്ങളെ ലൈക്സ്, കമന്റ്സ് കാര്യങ്ങളെല്ലാം തന്നെ വേണം. നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്തിട്ടോ അല്ലാതെ നമ്മളെ വാട്സാപ്പിലൊക്കെ കാര്യങ്ങൾ ചോദിക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വോളിയം ഇൻഡിക്കേറ്റ്സ് ഹൗ മെനി ഷെയർസ് ആർ ബോട്ട് ആൻഡ് സോൾഡ് over a given period of time. The more active the share, higher would be its volume. എന്താണ് വോളിയം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, വോളിയം. ആ സമയത്ത് വോളിയം കൂടുതലായിരുന്നു, ആ ബ്രേക്ക്ഔട്ട് നടക്കുന്ന സമയത്ത് വോളിയം കുറവായിരുന്നു, അതുകൊണ്ടാണ് ഫേക്ക് ബ്രേക്ക്ഔട്ട്, അങ്ങനെയൊക്കെ പല യൂട്യൂബിലും കാര്യങ്ങളിലൊക്കെ ചർച്ചകളിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വോളിയം എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ സമയത്ത്, ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ സ്റ്റോക്കുകൾ വിൽക്കുകയും വാങ്ങുകയും നടക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റിനെയാണ് നമ്മൾ വോളിയം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു 5 മിനിറ്റിന്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ ആ ഒരു 5 മിനിറ്റിന്റെ വോളിയം ക്യാൻഡിൽ എത്രയാണോ ക്വാണ്ടിറ്റി കാണിക്കുന്നത് ആ ഒരു ക്വാണ്ടിറ്റിയാണ് ആ ഒരു 5 മിനിറ്റിൽ ബൈയിങ്ങും സെല്ലിങ്ങും ആയിട്ട് നടന്നത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് ഇനി നമ്മൾ നേരെ ചാർട്ടിലേക്ക് പോകുന്നുണ്ട്. ആ ചാർട്ടിൽ പോകുന്നത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇനി അടുത്ത് നോക്കാം യൂസസ് ഓഫ് വോളിയം എന്നുള്ളത്. ഐഡന്റിഫിക്കേഷൻ ഓഫ് ട്രെൻഡ് പാറ്റേൺ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദ വോളിയം മേ റിസൾട്ട് ഇൻ ഹയർ പ്രൈസ് ആക്ഷൻ. The stocks with more volumes have more liquidity ratio. കൂടുതൽ വോളിയം ഉള്ള സ്റ്റോക്ക് കൂടുതൽ ലിക്വിഡിറ്റി ഉണ്ടാവും. വോളിയം ഡിറ്റർമൈൻസ് അബൌട്ട് ദ ആക്ടിവിറ്റി ഇൻ എ സ്റ്റോക്ക്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഒരു വോളിയം നമുക്ക് എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യാം. വോളിയത്തിന് നമ്മളൊരു ഇൻഡിക്കേറ്റർ പ്ലോട്ട് ചെയ്യണം. ആ ഒരു ഇൻഡിക്കേറ്റർ എങ്ങനെ പ്ലോട്ട് ചെയ്യാം, അതേപോലെ തന്നെ അത് പ്ലോട്ട് ചെയ്തതിനു ശേഷം നമുക്ക് എങ്ങനെയൊക്കെ ആ വോളിയത്തിനെ മനസ്സിലാക്കാം എന്നുള്ളതൊക്കെ നമുക്ക് ചാർട്ടിലേക്ക് പോയിട്ട് നോക്കാം. അതിനായിട്ട് ഞാൻ പോകുന്നത് ട്രേഡിംഗ് വ്യൂവിന്റെ പ്ലാറ്റ്ഫോമിലോട്ടാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇത് ഏഷ്യൻ പെയിന്റ്സിന്റെ ചാർട്ടാണ്, ഡെയിലി ചാർട്ടാണ്, ഇത് 5 മിനിറ്റ് ചാർട്ടാണ്. ട്രേഡിംഗ് വ്യൂവിന്റെ പാനലിലാണ് ഞാൻ ഇത് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നേരെ ഇൻഡിക്കേറ്റേഴ്സിൽ പോവാം. ഇൻഡിക്കേറ്റേഴ്സിൽ പോയിട്ട് നമ്മൾ വോളിയം എന്ന് ടൈപ്പ് ചെയ്യാം, VOLUM. ഓക്കെ, ഇതിൽ ജസ്റ്റ് വോളിയം എന്നുള്ളത് തന്നെ ഇതന്നെ ഞാൻ കാണിക്കുന്നത് ഇതന്നെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ വോളിയം പ്ലോട്ട് ചെയ്തു. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ കണ്ടോ, നിങ്ങൾ ഇപ്പൊ കണ്ടിട്ടുണ്ടായിരിക്കും ഈ താഴെ ഭാഗത്ത് കാണുന്ന ക്യാൻഡിൽസ് കണ്ടില്ല, ഈ ക്യാൻഡിൽസ് ആണ് വോളിയം ക്യാൻഡിൽസ്. ഈ ഓരോ ക്യാൻഡിലും ഓരോ 5 മിനിറ്റിലുമുള്ള, ഇത് 5 മിനിറ്റിന്റെ ചാർട്ട് ആയതുകൊണ്ട് തന്നെ ഓരോ 5 മിനിറ്റിലും വന്ന വോളിയമാണിത്. ഇപ്പൊ നമ്മളൊരു വലിയൊരു റെഡ് ക്യാൻഡിൽ ഇവിടെ കണ്ടില്ലേ, ഈ റെഡ് ക്യാൻഡിലിന് നമ്മൾ ക്രസർ കൊണ്ടുപോകും. ആദ്യം വോളിയം നമുക്ക് ഇവിടെയാണ് എഴുതി കാണിക്കുന്നത്, കണ്ടില്ലേ. നമ്മൾ സ്റ്റോക്കിന്റെ പേര് കാണിച്ചു, അതിന് നേരെ താഴെ EMA എന്നുള്ളത് കാണിച്ചു. അത് നമ്മളെ ഒരു EMAയുടെ ഓൾറെഡി നമ്മളൊരു ഇൻഡിക്കേറ്റർ ഇതിൽ ഓപ്പൺ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനതൊരു കാര്യം ചെയ്യാം, ഞാൻ അതിനെ ഹൈഡ് ചെയ്തു. ഓക്കെ, ഇപ്പൊ കണ്ടില്ല വോളിയം, വോളിയം ഈ നേരെ കാണിക്കുന്നതാണ് ആ വോളിയം. ഈ നമ്മൾ ഏത് ക്യാൻഡിലിന് നേരെ കൊണ്ടുപോകുന്നു ആ ഒരു സമയത്തെ വോളിയമാണ് കാണിക്കുന്നത്. ഈ സമയത്ത് ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്യുന്ന സമയത്ത് ഉള്ള വോളിയം ആയിരുന്നു 175.437K ആണ് ഈ സമയത്ത്. ഇനി അതിനുശേഷം വന്ന ക്യാൻഡിലിന്റെ സമയത്ത് ആ ഒരു സമയത്തുള്ള വോളിയം എന്ന് പറയുന്നത് 20.76K ആണ്. കാരണം ഇനി അതിന്റെ സമയം നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ,
ഫ്രൈഡേ അതിനെ ബ്ലാക്കിൽ കണ്ടു നിങ്ങൾക്ക്. ഫ്രൈഡേ 05 ജൂലൈ 24 14:55 മീൻസ് 2:55 ആ ഒരു സമയത്ത് ഇത് ചെയ്ത ഫോം ചെയ്ത ക്യാൻഡിലാണ് ഇതുള്ളത്. അപ്പൊ വോളിയം എങ്ങനെയെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് വോളിയത്തിന്റെ അനാലിസിസ് നോക്കാം. വോളിയത്തിന്റെ അനാലിസിസ് എങ്ങനെയാണ് എന്നുള്ളത്. സ്റ്റോക്ക് പ്രൈസും അതേപോലെ തന്നെ വോളിയം തമ്മിലുള്ള ഒരു റിലേഷൻ ഉണ്ട്. ആ ഒരു റിലേഷനിൽ മാറ്റം വരുന്നതിനനുസരിച്ച് നമുക്ക് ഇതിന്റെ ഒരു ട്രെൻഡും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി സ്റ്റോക്ക് പ്രൈസ് ഇൻക്രീസ് ആവുമ്പോൾ നമ്മളെ വോളിയം ഇൻക്രീസ് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു ബുള്ളിഷ് ട്രെൻഡാണ് കാണിക്കുന്നത്. ശ്രദ്ധിക്കുക, നമ്മൾ സ്റ്റോക്ക് പ്രൈസ് കൂടുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മളെ വോളിയം കൂടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു ബുള്ളിഷ് ട്രെൻഡാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി സ്റ്റോക്ക് പ്രൈസ് ഇൻക്രീസ് ആവുന്നുണ്ട് പക്ഷെ വോളിയം കുറയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് വീക്കാണ്. കാരണം ബുള്ളിഷ് വീക്ക് ആവുകയാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. ബുള്ളിഷ് ട്രെൻഡ് വീക്ക് ആവുകയാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. മനസ്സിലായോ ഞാൻ പറയുന്നത്? കാരണം സ്റ്റോക്ക് പ്രൈസ് കൂടുന്നുണ്ട് പക്ഷെ വോളിയം കുറയാണ്. വോളിയത്തിന്റെ ആ ഒരു ക്വാണ്ടിറ്റി ഇങ്ങനെ കുറഞ്ഞ് കാണിക്കാന്നുണ്ടെങ്കിൽ അതൊരു ബുള്ളിഷ് ട്രെൻഡ് വീക്ക് ആവുകയാണ്. അപ്പൊ എന്താ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ബൈയിങ് എൻട്രി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ബൈ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇനി നമുക്ക് നമ്മുടെ സ്റ്റോക്ക് പ്രൈസ് കുറയാണ്, ഡിക്രീസ് ആവുകയാണ്, അതോടൊപ്പം തന്നെ നമ്മളെ വോളിയം സ്റ്റോക്ക് പ്രൈസ് ഡിക്രീസ് ആവുകയാണ്, വോളിയം കൂടുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു ബിയറിഷ് ട്രെൻഡാണ് കാണിക്കുന്നത്. അതൊരു ബിയറിഷ് ആണ്. എങ്ങനെ പ്രൈസ് കുറയുന്നുണ്ട് പക്ഷെ വോളിയം കൂടുന്നുണ്ട്, അപ്പം അതൊരു ബിയറിഷ് ആണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ പ്രൈസ് കുറയുന്നുണ്ട് പക്ഷെ വോളിയം കുറയുന്നുണ്ട്, രണ്ടും കുറയുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബിയറിഷ് ട്രെൻഡ് വീക്ക് ആവുകയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സമയത്ത് നമ്മളൊരു സെൽ എൻട്രി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെൽ എൻട്രിക്ക് നമ്മൾ ഒന്ന് ഹോൾഡ് ചെയ്യണം. ഒരു സെൽ എൻട്രി എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെനാരിയോയിൽ നമ്മൾ ഒരു സെൽ എൻട്രി ഒന്ന് ഹോൾഡ് ചെയ്യണം. ഇൻട്രാഡേ ട്രേഡിംഗിൽ ഷോർട്ട് സെൽ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പം അതിനെ കുറിച്ച് നമുക്ക് ആ ഒരു ഇൻട്രാഡേയുടെ ആ ഒരു ചാപ്റ്ററിൽ എത്തുമ്പോൾ ഞാനത് വിശദീകരിച്ചു തരാം കേട്ടോ. ഇത്രയാണ് ഈ വോളിയം ആവറേജിന്റെ അനാലിസിസിൽ. ഇനി വോളിയത്തിന് വേറെ കുറച്ചും കൂടി ബെനിഫിറ്റ് നമ്മൾ നോക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇനി കുറച്ചുകൂടെ കാര്യങ്ങൾ നമ്മൾ വോളിയത്തിനെ ബേസ് ചെയ്ത് നമുക്ക് നോക്കാനുണ്ട്. കാരണം ഫേക്ക് ബ്രേക്ക്ഔട്ട്സ് ഒക്കെ നമുക്ക് ഒരു വോളിയം നോക്കിയിട്ട് നമുക്കത് ഏറെക്കുറെ മനസ്സിലാക്കാൻ പറ്റും. അതെങ്ങനെയാന്ന് നമുക്ക് നോക്കാം. അത് നോക്കാൻ നമ്മുടെ നേരെ അപ്സ്റ്റോക്സിന്റെ വിൻഡോയിലേക്ക് പോവാണ്. അപ്സ്റ്റോക്സിന്റെ വിൻഡോയിൽ ഞാൻ അപ്സ്റ്റോക്സിന്റെ വിൻഡോ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇൻഫിയുടെ ചാർട്ടാണ്, 15 മിനിറ്റിന്റെ ചാർട്ടാണ് ഉള്ളത്. അപ്പം ഇതിൽ ഞാൻ ഓൾറെഡി EMA ക്രോസ് ഓവറിന്റെ ഒരു സ്ട്രാറ്റജി പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ 520. ആ ഒരു സ്ട്രാറ്റജിയുടെ ഇൻഡിക്കേറ്റർ ഓൾറെഡി പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വോളിയം പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത്, നമ്മൾ അന്ന് മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ, ക്രോസ് ഓവർ ഈ ഒരു റെഡ് ലൈന് ഗ്രീൻ ലൈന് താഴെ കൂടെ മുകളിലോട്ട് ഇതാകുന്ന സമയത്ത് മാർക്കറ്റ് അപ് ട്രെൻഡിലോട്ട് പോകുന്നില്ല. പക്ഷെ ഈ ഒരു ക്രോസ് ഓവർ നടക്കുന്ന സമയത്ത് അതിന്റെ നേരെ താഴെയുള്ള വോളിയം കൂടി നമ്മൾ ചെക്ക് ചെയ്യണം. കാരണം ഈ ഒരു ക്രോസ് ഓവർ നടക്കുന്ന സമയത്ത് വോളിയം നല്ല രൂപത്തിൽ കൂടണം. കാരണം ക്രോസ് ഓവറിന്റെ സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാരണം ബയേഴ്സ് പുഷ് ചെയ്യണമല്ലോ മാർക്കറ്റിന്. ആ സമയത്ത് ബയേഴ്സിന്റെ എണ്ണം കൂടണം മീൻസ് ആ ഒരു വോളിയം കൂടെ കൂടണം. അപ്പം എപ്പോഴും നമുക്കൊരു ബ്രേക്ക്, അതിനിപ്പം സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും വോളിയം കൂടെ കൂടണം. അപ്പം ഓരോ ബ്രേക്ക് ഔട്ട് നമുക്ക് നല്ല വോളിയത്തോട് കൂടിയുള്ള ബ്രേക്ക് ഔട്ടിനെ മാത്രമേ നമ്മൾ ഒരു എൻട്രിക്ക് പ്രിഫർ ചെയ്യാൻ പാടുള്ളൂ. അത് അല്ലാത്ത സമയത്ത് വോളിയം കുറവോട് കൂടിയുള്ള ഒരു ബ്രേക്ക് ഔട്ട് എന്ന് പറയുമ്പോൾ അത് പലപ്പോഴും അതൊരു ഫേക്ക് ബ്രേക്ക് ഔട്ട് ആവാനാണ് ചാൻസ് കൂടുതലുള്ളത്. അതിപ്പം ഈ ഒരു EMA ക്രോസ് ഓവറിന്റെ കാര്യത്തിലും അതേപോലെ തന്നെ MACD-യുടെ കാര്യത്തിലും ഒക്കെ അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പം അതൊന്ന് വളരെ ശ്രദ്ധിക്കണം. അപ്പൊ നിങ്ങൾ വളരെ അധികം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച ഈ ഒരു ചാർട്ട് ഉണ്ടല്ലോ, ചാർട്ട് പാറ്റേൺ വിത്ത് പ്ലസ് ഈ ഒരു വോളിയം മീൻസ് പ്രൈസ് ആക്ഷൻ, ഇതിന് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ട്രേഡിംഗ് ഉള്ളത്. അപ്പം നിങ്ങൾക്ക് ഗ്യാപ്പ് നിങ്ങൾക്ക് ഫ്രീ സമയം കിട്ടുന്ന സമയത്തൊക്കെ തന്നെ നമ്മൾ ഈ ഒരു പറയുന്ന പാറ്റേൺസ് അതേപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് വിത്ത് വോളിയം നിങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ട് നല്ല രൂപത്തിൽ പഠിക്കാൻ ശ്രമിക്കണം. അത് 1, 2, 3 പ്രാവശ്യമില്ല, ഒരുപാട് പ്രാവശ്യം പഠിച്ച് നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആവണം ഇത് കേട്ടോ. ആ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ട് നിങ്ങൾ ഒരു ലൈവ് മാർക്കറ്റിൽ നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സ്റ്റേജിൽ നിങ്ങൾ എത്തുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പ്രോഫിറ്റബിൾ ട്രേഡർ ആവാൻ പറ്റും നിങ്ങൾക്ക്.
കാരണം അതിലുള്ള ആ ഒരു സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ വോളിയത്തെ കുറിച്ചാണ് പഠിച്ചത്. എന്താണ് വോളിയം, വോളിയം ഇൻഡിക്കേറ്റർ നമുക്ക് എങ്ങനെ പ്ലോട്ട് ചെയ്യാം, അതിൽ നിന്ന് നമുക്ക് ഓരോ ടൈം ഫ്രെയിമിലും വോളിയം എങ്ങനെ മനസ്സിലാക്കാം, അതേപോലെ തന്നെ വോളിയം കുറയുകയും കൂടുകയും ചെയ്യുമ്പോഴുള്ള മാർക്കറ്റിന്റെ അവസ്ഥ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുമോ ഇല്ലേ, അതേപോലെ തന്നെ വോളിയം അനലൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് എങ്ങനെ ട്രെൻഡ് മനസ്സിലാക്കാം, പിന്നെ ബ്രേക്ക് ഔട്ടിന്റെ സമയത്ത് വോളിയത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചത്. അപ്പം ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ള വിശ്വാസത്തോടെ ഞാൻ ഈ ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യാണ്. ദിസ് ഇസ് ബി എം റഫീഖ് സൈനിങ് ഓഫ്.